കുറേ കാര്യങ്ങളുണ്ടല്ലോ, അമ്പലത്തിൽ ഇന്ന ആൾ കയറാൻ പാടില്ല, അതൊക്കെ പോയി. പക്ഷെ ഇപ്പോൾ ഈ സിനിമയിൽ അത് കാണിച്ചിട്ടുണ്ട്, ഭക്തി ഇങ്ങനെ ആയിരിക്കണം, മാംസം കഴിക്കണമല്ലോ, ഒന്നും അല്ല ഭക്തി എന്നുള്ളത്. ശിവരാത്രിയെക്കുറിച്ചൊക്കെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് പറഞ്ഞ രീതി കുറച്ച് നമുക്ക് എന്താ പറയുക, സീരിയസ് ആയിട്ടിരുന്ന് കാണാൻ പറ്റില്ല, ചിരിച്ചുകൊണ്ട് കാണാൻ പറ്റുള്ളൂ. കുറേ ലാഗ്, എന്താ പറയുക, എന്തൊക്കെയോ സംതിങ്, അത്രേ ഉള്ളൂ. വേറെ ഒരു മിത്തോളജിക്കൽ ഫാൻറ്റസി ഫിലിമാണ്, സ്പിരിച്വൽ ഫിലിമാണ്. എത്തിസ്റ്റുകൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. ബോക്സ് ഓഫീസ് എനിക്ക് പറയാൻ പറ്റില്ല. മേജർ റോള് ശരിക്കും 1-3 ചെയ്യുന്ന നന്നായിരുന്നു. ലാലേട്ടൻ നന്നായി ചെയ്തിട്ടുണ്ട്. റൊമാൻസ് സെഡിമെൻറ്റ്സ് നന്നായിട്ടുണ്ട്. പക്ഷേ ആക്ഷൻ കുറച്ച് പ്രശ്നമുണ്ട്. ഒരു സ്പിരിച്വൽ ഫിലിം ആ രീതിയിൽ എടുത്താൽ കുഴപ്പമില്ല, അല്ലാതെ ലോജിക്കലായി അങ്ങനെ നോക്കി ശരിയാവില്ല. കാസ്റ്റിങ്ങിലെ നന്നായി തോന്നി, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഒരു എൻ്റർടൈനറെക്കാട്ട് ഒരു സ്പിരിച്വൽ ആത്മീയ ഫിലിമായിട്ടാണ് കണക്കാക്കുന്നത്. ആ രീതിയിലൊരു മൂവിയാണ്, ആ രീതിയിലൊരു മിത്തോളജിക്കൽ ഫാൻറ്റസി പടമാണ്. ഇങ്ങനത്തെ പടം അധികം ഇറങ്ങിയിട്ടില്ല. ഇത് അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസ് വിജയം വരുമെന്ന് അറിയില്ല. പക്ഷേ ആത്മീയത ആ രീതിയിലെടുത്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ലോജിക്കലായിട്ട് ആ രീതിയിൽ നോക്കിയാൽ ഇഷ്ടപ്പെടില്ല. റിലീജിയസ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല, എത്തിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെടില്ല. നന്നായിട്ടുണ്ട്. ഇതിൽ റൊമാൻസ് സെന്റിമെൻറ്റ്സ് നന്നായിട്ടുണ്ട്. പക്ഷേ ആക്ഷൻ ശരിയായിട്ടില്ല. നായിക റോള് 1-3 ചെയ്ത് നന്നായിട്ട് പോയാൽ ഇതൊരു ആത്മീയ പടമാണ്, ആ രീതിയിൽ എടുക്കണം, അല്ലാതെ ഒരു ഫാൻറ്റസി മിത്തോളജിക്കൽ ഫിലിം. കാസ്റ്റിംഗെല്ലാം എല്ലാവരും നന്നായിട്ടുണ്ട്. അങ്ങനെ ലാഗൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇങ്ങനെ ബോക്സ് ഓഫീസ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഒരു സ്പിരിച്വൽ ആത്മീയ പടമാണ്.